നമസ്കാരം. മാർക്ക് ഫെല്ലറും നീൽ ഫ്ലെമിംഗും കൂടി അവിടെ നിന്ന് നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. നീല് ആ ജയിലിലായതിനു ശേഷം അവന് നല്ല രീതിയിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് മാർക്ക് കൊണ്ടുവന്നപ്പോൾ നീലിന് അതൊരു വലിയ ആശ്വാസമായി. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് മാർക്ക് നീലിന് വേണ്ടി വരുത്തിയത്. മാർക്കും നീലും കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവര് അവരുടെ ഹോട്ടലിലെത്തി. പിറ്റേ ദിവസം രാവിലെ നീലും മാർക്കും കൂടി നീലിന്റെ അനുജത്തി നീന ഫ്ലെമിംഗിന്റെ സ്കൂളിലെത്തി. 7 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് നീന. നീനയെ കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം മാർക്കിന് തോന്നുകയാണ്. മാർക്ക് നീനയോട് ചോദിച്ചു, ഏയ് നീന, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് ഹോട്ട് പോട്ട്സ് വേണം. പെട്ടെന്നായിരുന്നു അവളുടെ മറുപടി. അവളെയും കൊണ്ട് മാർക്കും നീലും കൂടി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. ജിയാങ്കോവിന്റെ സ്കൂളിലാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പഠിക്കുന്നത്. പ്രമുഖനായ ഒരുപാട് ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് നീല് അവൻ്റെ അനുജത്തെ ചേർത്തിരിക്കുന്നത്. ഹോസ്റ്റലും അനുബന്ധമായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീന മാർക്കിനോട് ചോദിച്ചു, സാറ് എൻ്റെ ചേട്ടൻ്റെ പുതിയ ബോസാണോ? നീന ശരിക്കും ജിജ്ഞാസയോടെ ആ ചോദ്യം ചോദിച്ചപ്പോൾ മാർക്ക് നീനയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവളോട് പറഞ്ഞു, ഏയ് ഞാൻ മോളുടെ ചേട്ടൻ്റെ ബോസ് അല്ല, സുഹൃത്താണ്. മാർക്ക് ഫെല്ലർ ആ മറുപടി പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ നോക്കേണ്ടത് നീൽ ഫ്ലെമിംഗിന്റെ മുഖത്തേക്കാണ്. നീല് നേരത്തെ തോംസൺ കുടുംബത്തിലായിരുന്നു. ആ കുടുംബത്തിന്റെ കാരണവരോ ആ കുടുംബത്തിലെ ആരെങ്കിലുമോ ഒരിക്കൽ പോലും ഈ ശൈലിയിൽ ഒരു വാചകം പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. മാർക്ക് ഇത് അവന്റെ അനുജത്തിയുടെ അടുത്ത് വെച്ച് വളരെ വ്യക്തമായി തന്നെ ആ വാചകം പറയുകയാണ്. നീല് മാർക്കിന്റെ സുഹൃത്താണെന്ന്. ശരിക്കും ആ വാചകം ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളതാണ്. നീലിന് ആകെ ഈ ഭൂമിയിൽ ബന്ധുവായിട്ടുള്ളത് അവന്റെ സഹോദരി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ കൊച്ചു പെൺകുട്ടിക്ക് മാർക്കിന്റെ മറുപടി കേട്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. അവളുടെ സന്തോഷം അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. നീന ആവശ്യപ്പെട്ട എല്ലാ ഭക്ഷണ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് അവൾക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയതിനു ശേഷം മാർക്കും നീലും കൂടി മിഡിൽ സിറ്റിയിലേക്ക് തിരിച്ചു. മാർക്കും നീലും മിഡിൽ സിറ്റി എത്തിയപ്പോൾ നീല് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നമ്മളിനി എങ്ങോട്ടാ പോകുന്ന? വീട്ടിലേക്കല്ലേ? നീൽ, നമുക്ക് ആദ്യം ഫാക്ടറിയിലേക്ക് ഒന്ന് പോവാം. മാർക്ക് അങ്ങനെ പറഞ്ഞതും നീല് കാറ് നേരെ ഫാക്ടറിക്ക് നേരെ ഓടിച്ചു. മാർക്കിന്റെ കാറ് നീല് ഫാക്ടറിയുടെ മുന്നിൽ പാർക്ക് ചെയ്യുമ്പോൾ ഫാക്ടറിയുടെ മുന്നിലുണ്ടായിരുന്ന ചില ആളുകൾ ലേശം അമ്പരപ്പോടെ കാറിലേക്ക് തന്നെ നോക്കുകയാണ്. അവരിൽ പലർക്കും മാർക്കിന്റെ ആ കാറ് അറിയാം. മാർക്കിന്റെ കാർ ഓടിക്കുന്ന നീലിനെയും അവർക്കറിയാം. നീലിനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരാരും കാണാറില്ല. അതുകൊണ്ട് തന്നെ കാറിൽ നിന്ന് നീല് പുറത്തിറങ്ങിയപ്പോൾ ആ ഫാക്ടറിക്ക് കാവൽ നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് ഒരു കൗതുകമുണ്ട്. അവർ സന്തോഷത്തോടെ നീലിനെ നോക്കുമ്പോൾ മറുഭാഗത്തുനിന്ന് സാക്ഷാൽ മാർക്ക് ഫെല്ലർ പുറത്തിറങ്ങി. മാർക്കിനെ കണ്ടതും ആ സെക്യൂരിറ്റി ഗാർഡുകൾ ശരിക്കും ഞെട്ടിവിറയ്ക്കുകയാണ്. ഒരു പ്രേതത്തിനെ കണ്ട ഒരു ഫീലാണ് അവന്മാരുടെ മുഖത്തുള്ളത്. അവന്മാരുടെ ആ ഞെട്ടലും ഒരു വിറയലും ഒക്കെ സ്വാഭാവികമായിട്ടും മാർക്കും നീലും നോട്ട് ചെയ്യുകയും ചെയ്തു. മാർക്കും നീലും കൂടി ആ സെക്യൂരിറ്റി ഗാർഡുകളുടെ അടുത്തെത്തപ്പോൾ അവന്മാരെ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അവന്മാരെ ഒന്ന് നോക്കിയിട്ട് മാർക്കും നീലും കൂടി അകത്തേക്ക് കടന്നു. അവർ നേരെ ഫെഡറിക് യാങ്ങിന്റെ ഓഫീസ് മുറിയുടെ അടുത്തെത്തപ്പോൾ ആ മുറിക്ക് പുറത്ത് ചില ആളുകൾ നിൽക്കുന്നത് കാണാം. ആ ആളുകളെ കണ്ടതും മാർക്ക് നീലിനോട് പറഞ്ഞു, കൊള്ളാം, സാം ഫ്രാങ്കിന്റെ ആ ടീം ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. മാർക്ക് ഇല്ലാത്തതുകൊണ്ട് സാം ഫ്രാങ്ക് കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയാണെന്ന് സാം ഫ്രാങ്കിന്റെ ആളുകളെ പുറത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മാർക്കിന് തോന്നി. മാർക്കും നീലും കൂടി ആ കോറിഡോറിലൂടെ ഫെഡറിക് യാങ്ങിന്റെ മുറിക്ക് നേരെ നടക്കുന്നത് കണ്ടതും ഫെഡറിക് യാങ്ങിന്റെ മുറിയുടെ പുറത്തുണ്ടായിരുന്ന സാം ഫ്രാങ്കിന്റെ ആ ഗുണ്ടകൾ അമ്പരപ്പോടെ അവർ രണ്ടുപേരും മാറി മാറി നോക്കുകയാണ്. ശരിക്കും നേരത്തെ ആ ഫാക്ടറിയുടെ പുറത്തു നിന്ന ആളുകൾ വിറച്ചതുപോലെ അവന്മാരും വിറയ്ക്കുകയാണ്. വിറച്ചുകൊണ്ട് അവന്മാർ പതുക്കെ പുറകോട്ട് നീങ്ങുകയാണ്. അവന്മാരുടെ അസ്വാഭാവികമായ പെരുമാറ്റം മാർക്കിനും നീലിനും ലേശ കൗതുകം ഉണ്ടാക്കുകയാണ്. രണ്ടുപേരും ഫെഡറിക് യാങ്ങിന്റെ മുറിയുടെ അടുത്തെത്താറായപ്പോൾ അകത്ത് നിന്ന് ആരോ സംസാരിക്കുന്നത് പുറത്തു കേൾക്കാം. ഏയ്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുത്താൽ നിനക്ക് ജീവിച്ചു പോകാം, അല്ലെങ്കിൽ വേറെ ആളുകളെ ഞങ്ങൾ പണിക്ക് വയ്ക്കുമെന്ന് മാത്രമല്ല നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. തികച്ചും പരുക്ഷമായ ഭാഷയിൽ
ആരോ ആ മുറിക്കകത്ത് നിന്ന് സംസാരിക്കുകയാണ്. ആ ഡയലോഗിന് അനുബന്ധമായി കുറച്ചുകൂടി പരിക്കനായ മറ്റു ശബ്ദവും കേട്ടു. ഡോക്ടർ യാങ്, നിന്റെ മാർക്ക് ഫെല്ലർ ഇപ്പൊ ഇല്ല എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ചെയ്താൽ നിന്റെ തടി കേടാകാതിരിക്കും. അങ്ങനെ ആ ശബ്ദത്തിന്റെ ഉടമ പറഞ്ഞ നിമിഷത്തിലാണ് മാർക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നത്. ആരോ മുറിയുടെ വാതിൽ തുറന്ന ശബ്ദം കേട്ട് അതിനകത്തുണ്ടായിരുന്ന ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് സാക്ഷൽ മാർക്ക് ഫെല്ലറെയാണ്. നേരത്തെ ഫാക്ടറി ഗേറ്റിന് മുന്നിലും ആ മുറിയുടെ മുന്നിലുമുള്ള ആളുകളിൽ കണ്ട അതേ ഭാവം മാർക്ക് അതിനകത്തുള്ള ആളുകളിലും കണ്ടു. ശരിക്കും ആ ടീം നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അകത്തേക്ക് കിടന്ന മാർക്ക് അവന്മാരെ ഒന്ന് നോക്കിയിട്ട് ഫെഡറിക് യാങ്ങിനെ നോക്കിയപ്പോൾ ഫെഡറിക് യാങ് അയാളുടെ സീറ്റിലില്ല. ഫെഡറിക് ആ മുറിയുടെ മൂലയിൽ പതുങ്ങിയിരിക്കുകയാണ്. അയാൾ രണ്ട് കൈ കൊണ്ട് മുഖമറച്ചായിരിക്കുന്നത്. ആ കാഴ്ച ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഫെഡറിക് യാങ്ങിനെ ആ നിൽക്കുന്ന ടീം തല്ലിയിട്ടുണ്ട്. മുഖത്ത് തല്ലുകൊള്ളാതിരിക്കാൻ അയാൾ കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്നതാണ്. പെട്ടെന്ന് മാർക്ക് അവരോട് ചോദിച്ചു, എന്താ ഇത്? ആ ചോദ്യം കേട്ടതും ഫെഡറിക് യാങ് പെട്ടെന്ന് കൈമാറ്റി. ഫെഡറിക് യാങ്ങിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ അതാ ടേബിളിന്റെ മറുഭാഗത്തായി സാക്ഷൽ മാർക്ക് ഫെല്ലറെ കാണുകയാണ്. ആ നിമിഷത്തിൽ എന്തോ ഒരു ഊർജം ഫെഡറിക്കിന്റെ ശരീരത്തിലേക്ക് അങ്ങനെ കയറി വരികയാണ്. ഫെഡറിക് ആ മൂലയിൽ നിന്ന് ചാടി എണീറ്റ് ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിച്ചു. മാർക്കിനെ ഫെഡറിക് കെട്ടിപ്പിടിക്കുമ്പോൾ മാർക്കിനും അടുത്തേക്കുന്ന നീലിനും ഒരു കാര്യം ഉറപ്പാണ്, ഫെഡറിക് നന്നായി വിറയ്ക്കുന്നുണ്ട്. അയാൾ ശരിക്കും ഭയന്നിരിക്കുന്നുവെന്ന് അയാളുടെ ആ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുകയാണ്. മാർക്ക് ഫെഡറിക്കിനെ പുറത്തു തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഫെഡറിക്കിനോട് പറഞ്ഞു, ഡോക്ടർ എന്താ ഇതൊക്കെ? ഇത്രയും നേരം നിശബ്ദനായി നിന്ന ആ ഗുണ്ടകൾ പെട്ടെന്ന് തറയിൽ മുട്ടുകുത്തി. മാസ്റ്റർ ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ടീം മുട്ടുകുത്തുമ്പോൾ ഫെഡറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവരൊക്കെ ആ മാനുവലിന്റെ ആളുകളാണ്. മാനുവൽ സാം ഫ്രാങ്കിനെ പിടിച്ചുകൊണ്ടുപോയി. സാം ഫ്രാങ്കിനെ ശരിക്കും ഉപദ്രവിച്ചു. അതിനുശേഷം എന്നെ കൊണ്ട് ബലമായി സോൾ നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. ഞാൻ വിസമ്മതിച്ചപ്പോൾ എന്നെ ഒരു ശരിക്കും തല്ലി. ഡോക്ടർ ഫെഡറിക് യാങ് എന്ന ആ എല്ലാവരും അറിയുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ആ ഡോക്ടറെ വരെ ആ ഗുണ്ടകൾ തല്ലിയിരിക്കുകയാണ്. ഫെഡറിക് യാങ് അത് പറഞ്ഞതും നീല് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. അടുത്ത പക്ഷത്തിൽ നീല് അവിടെ ആ മുറിയിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗുണ്ടകളെ തരങ്ങ് വിലങ്ങി ചവിട്ടാൻ തുടങ്ങി. അവനങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ഫെഡറിക് യാങ് ഒത്തിരി പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് മരുന്നുണ്ടാക്കാനുള്ള ഒരു വലിയ താല്പര്യം ഉള്ളത് കൊണ്ടാണ് അയാൾ മാർക്കുമായി സഹകരിക്കുന്നത്. അയാളുടെ പ്രായത്തെയും അയാളുടെ അറിവിനെയും ഒന്നും ബഹുമാനിക്കാതെ ശരിക്കും പട്ടിയെ തല്ലുപോലെ ഫെഡറിക്കിനെ തല്ലിയിരിക്കുന്നുവെന്ന് ഫെഡറിക്കിന്റെ ബോഡി വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീല് വല്ലാത്ത ദേഷ്യത്തിലാണ്. നീൽ അവന്മാരെ ചവിട്ടി കൂട്ടുന്നുണ്ടതും മാർക്ക് നീലിനോട് പറഞ്ഞു, നീൽ സ്റ്റോപ്പ്. മാർക്ക് തടസ്സം പിടിച്ചപ്പോൾ നീല് അവരെ ഉപദ്രവിക്കുന്നത് നിർത്തി. മാർക്ക് അവരോട് ചോദിച്ചു, സാം ഫ്രാങ്ക് എവിടെയുണ്ട്? സാം ഫ്രാങ്കിനെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? മാസ്റ്റർ, സാം ഫ്രാങ്കിനെ വെയർഹൗസിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വെയർഹൗസിലേക്കോ? അതെവിടെയാണ്? മാസ്റ്റർ, ഈ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മാനുവൽ സാറിന് ഒരു വെയർഹൗസ് ഉണ്ട്, അവിടേക്കാണ് കൊണ്ടുപോയത്. ആ ഗുണ്ടകളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതിന് ശേഷം മാർക്കും നീലും കൂടി ഫെഡറിക് യാങ്ങിനോട് യാത്ര പറഞ്ഞിട്ട് നേരെ വെയർഹൗസ് ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു. മിഡിൽ സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗം മറ്റ് 3 ഭാഗങ്ങളെ അപേക്ഷിച്ച് ലേശം റിമോട്ടാണെന്ന് പറയാം. ആ ഭാഗത്ത് വലിയ വികസനങ്ങളൊന്നുമില്ല. തരിശായ ഭൂമി ഇഷ്ടംപോലെ ഉള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലൂടെ വാഹനം ഓടിച്ച് അവരെത്തിയത് ആ നഗരത്തിന് പുറത്തുള്ള ഒരു മേഖലയിലേക്കാണ്. അവിടെയാണ് വെയർഹൗസ് ഉള്ളത്. വെയർഹൗസിന്റെ മുന്നിൽ മാർക്ക് എത്തുമ്പോൾ അവിടെയും ഗുണ്ടകൾ കാവലുണ്ട്. മാർക്കും നീലും കാറിൽ നിന്ന് ഇറങ്ങിയ നിമിഷത്ത് തന്നെ ആ വെയർഹൗസിന് കാവലുണ്ടായിരുന്ന ഗുണ്ടകൾ വിറച്ചു തുടങ്ങി. അവർക്കും മാർക്കിനെ അറിയാം. ആ ഗുണ്ടകളെ മാർക്കിനോ നീലിനോ തൊടേണ്ടി പോലും വന്നില്ല. അതിനു മുമ്പ് തന്നെ അവർ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ചു തുടങ്ങി. അവന്മാരെ ഒന്ന് നോക്കിയിട്ട് മാർക്കും നീലും ആ വെയർഹൗസിനകത്തേക്ക് കടന്നു. വെയർഹൗസിനകത്തേക്ക് കിടന്ന മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ വെയർഹൗസിൽ നിറയെ ഔഷധ മൂല്യമുള്ള അനവധി സാധനങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വൻതോതിൽ മെഡിസിനൽ പ്ലാന്റ്സും വേരും കായും ഒക്കെ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. മാനുവലിന്റെ ആ വെയർഹൗസ് ഒരു വല്ലാത്ത നിധി തന്നെയാണ്.
മാനുവലിന് എങ്ങനെയാണ് ഈ മെഡിസിനൽ പ്ലാന്റ്സ് കിട്ടിയത്? ആ ഒരു ചോദ്യമാണ് മാർക്കിൻ്റെ മനസ്സിലേക്ക് ഉടൻ കടന്നു വന്നത്. അതിൻ്റെ കാരണം അവിടെ മാർക്ക് കണ്ട 10, 15, 50, 100 വർഷമൊക്കെ ആയുസ്സുള്ള അനവധി മെഡിസിനൽ പ്ലാന്റ്സുകൾ ഉള്ളതുകൊണ്ടാണ്. അത്രയും വർഷം പഴക്കമുള്ള ഔഷധ സസ്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആരോ ഒരു നല്ല സപ്പോർട്ട് മെക്കാനിസം മാനുവലിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാനുവലിന് ഇത്രയേറെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ആ സാധനങ്ങളിലൂടെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്ന മാർക്കും നീലും ഒരു മൂലയിൽ കെട്ടിയിട്ടിരിക്കുന്ന സാം ഫ്രാങ്കിനെ കണ്ടു. സാം ഫ്രാങ്ക് ഏതാണ്ട് അർത്ഥബോധാവസ്ഥയിലാണെന്ന് പറയാം. മാർക്കും നീലും സാമിന്റെ അടുത്തെത്തുമ്പോൾ സാം അയാളുടെ തല മുട്ടിൽ ചേർത്ത് വെച്ച് അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അവന്റെ ദേഹത്ത് അടിയേറ്റ പാടുകൾ വ്യക്തമാണ്. അയാളുടെ 2 കാലും 2 കൈയും ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട്. ഒരു പരുവത്തിൽ അയാൾക്ക് ആ ചങ്ങല ഒന്ന് ലൂസാക്കി അയാളെ ഇരിക്കാൻ ആരോ അനുവദിച്ചിരിക്കുകയാണ്. അയാളുടെ ദേഹത്തുനിന്ന് രക്തം ഒലിച്ചിറങ്ങി അവിടെ തളം കെട്ടി നിൽപ്പുണ്ട്. വളരെ ക്രൂരമായ ശൈലിയിൽ സാം ഫ്രാങ്കിനെ ഗുണ്ടകൾ മർദ്ദിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. സാമിന്റെ അടുത്തെത്തിയ മാർക്ക് സാമിന്റെ ഷോൾഡറിലും തട്ടി. സാമിന്റെ ഷോൾഡറിൽ മാർക്ക് തട്ടുമ്പോൾ സാം പെട്ടെന്നൊന്ന് വിറച്ചു. എന്നെ തളരുതേ എന്ന് പെട്ടെന്ന് സാം പറയുകയും ചെയ്തു. ശരിക്കും അയാളുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടെന്ന് അർത്ഥം. അത് കണ്ടതും മാർക്ക് സാമിനോട് പറഞ്ഞു, ഏയ് സാം എണീക്ക്. മാർക്കിന്റെ ശബ്ദം കേട്ടതും കാൽമുട്ടിൽ തല ചേർത്ത് വെച്ചിരുന്ന സാം ഫ്രാങ്ക് മാർക്കിന്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് ഞെട്ടി തല ഉയർത്തുകയാണ്. മാർക്കിനെ കണ്ടതും സാമിന്റെ കണ്ണിലൂടെ ഒരു അണ പൊട്ടി ഒഴുകിയതുപോലെ കണ്ണുനീർ ധാരധാരായി ഒഴുകി തുടങ്ങി. സാം ഫ്രാങ്ക് ശരിക്കൊരു ഗുണ്ടാ തലവനാണ്. ആ ഗുണ്ടാ തലവൻ ആ ശൈലിയിൽ പൊട്ടിക്കരയുമെന്ന് ആരും സാധാരണ ചിന്തിക്കില്ല. പെട്ടെന്ന് മാർക്കും നീലും കൂടി സാമിന്റെ ആ ചങ്ങലകളൊക്കെ ഒഴിവാക്കി സാമിനെ എണീപ്പിച്ചപ്പോ സാം മാർക്കിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. ശരിക്കും മാർക്ക് കരഞ്ഞു എന്ന് പറയാം. സാം ഫ്രാങ്ക് മാർക്കിനെ കെട്ടിപ്പിടിച്ച് ശബ്ദത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോ മാർക്ക് സാമിനോട് പറഞ്ഞു, ഏയ് സാം നിർത്ത്. നിന്നെപ്പോലെ ഒരാള് ഇങ്ങനെ കരയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് സാമിന്റെ നെഞ്ചിലോട്ട് കൈവച്ചു. സാമിന്റെ നെഞ്ചിൽ കൈവച്ച മാർക്കിന്റെ ശരീരത്തിൽ നിന്ന് സ്പിരിച്വൽ എനർജി സാമിന്റെ ബോഡിയിലേക്ക് പതുക്കെ കയറ്റി തുടങ്ങി. മാർക്ക് ഏകദേശം 10 മിനിറ്റ് സാമിന്റെ ശരീരത്തിൽ അങ്ങനെ കൈവച്ച് നിന്നപ്പോൾ സാമിന്റെ ശരീരത്തിനുള്ളിലെ ഏകദേശം 50% മുറിവുകളും ആ നിമിഷം തന്നെ കരിയുകയാണ്. സ്പിരിച്വൽ എനർജി കൊണ്ട് മാർക്കിനെ ഇപ്പൊ ഒട്ടുമുക്കാൽ അസുഖങ്ങളൊക്കെ ഭേദപ്പെടുത്താനുള്ള ശേഷിയായിട്ടുണ്ട്. സാം ഫ്രാങ്ക് ഏതാണ്ട് ഓക്കെ ആയെന്ന് കണ്ടതും മാർക്ക് സാം ഫ്രാങ്കിനോട് ചോദിച്ചു, ഏയ് സാം ഫ്രാങ്ക്, ആ മാനുവൽ ഇപ്പൊ എവിടെ ഉണ്ടാവും? മാർക്ക് ആ മാനുവല് ഒരു ചേംബർ ഓഫ് കൊമേഴ്സ് ഇവിടെ മിഡിൽ സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അയാൾ അതിനുവേണ്ടി ഒരു ഓഫീസൊക്കെ എടുത്തിട്ടുണ്ട്. അയാൾ മിക്കവാറും ഇപ്പൊ അവിടെ തന്നെ കാണും. നിനക്ക് സ്ഥലം എന്നറിയാവോ? എനിക്കറിയാം. അടുത്ത നിമിഷത്തിൽ മാർക്കും നീലും സാം ഫ്രാങ്കും കൂടി ആ ചേംബർ ഓഫ് കോമേഴ്സ് ഓഫീസിലേക്ക് തിരിച്ചു. സാധാരണഗതിയിൽ നഗരമധ്യത്തിലാണ് ചേംബർ ഓഫ് കോമേഴ്സിന്റെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ സാം ഫ്രാങ്ക് മാർക്കിനെയും നീലിനെയും കൊണ്ടുചെന്നത് ഒരു നദിയുടെ തീരത്തേക്കാണ്. അതിമനോഹരമായ ഒരു നദിക്കരയിൽ മനോഹരമായ ഒരു വില്ല, അതാണ് മാനുവലിന്റെ ചേംബർ ഓഫ് കോമേഴ്സ്. ആ വില്ലയോടനുബന്ധിച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. അനവധി പവലിയനുകൾ അവിടെയുണ്ട്. റെസ്റ്റോറൻറ്റും ഉണ്ട്. ശരിക്കും ഒരു സുഖവാസ കേന്ദ്രം എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു സ്ഥലം. അവിടേക്കാണ് സാം ഫ്രാങ്ക് മാർക്കിനെയും നീലിനെയും കൊണ്ടുചെല്ലുന്നത്. അവർ ആ ബിൽഡിങ്ങിനടുത്ത് എത്താറാകുമ്പോൾ ബിൽഡിങ്ങിനകത്ത് ഒരു ഹാളിൽ സാക്ഷാൽ സാമുവലും കുറച്ച് ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ആ മാർഫെലറുടെ കാര്യം അറിഞ്ഞു കാണുമല്ലോ. ഹേയ് സാമുവൽ, പിന്നെ അത് ഞങ്ങൾ അറിയാതിരിക്കൂ. ജിയാങ്കു മാർക്കിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോഴേ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ തന്നെ ആ മാർക്കിന് എന്തൊരു അഹങ്കാരമായിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞതും സാമുവൽ അതിന് മറുപടി പറഞ്ഞു, എന്തായാലും അവന്റെ അഹങ്കാരം അവസാനിച്ചു. മിക്കവാറും ഇപ്പോ അവൻ തീർന്നു കാണും. മാർക്ക് ഫെല്ലറെ പബ്ലിക്കായി വധിക്കാനുള്ള ഉത്തരവ് ജിയാങ്കു അധികാരികളിൽ നിന്ന് സമ്പാദിച്ചു എന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം. മാർക്ക് ഫെല്ലർ അവസാനിച്ചതുകൊണ്ട് ഇനി എല്ലാ കാര്യങ്ങളും മിഡിൽ സിറ്റിയിൽ തീരുമാനിക്കാൻ പോകുന്നത് മാനുവലാണ്. അതുകൊണ്ട് തന്നെ മാനുവൽ പുതുതായി രൂപീകരിച്ച ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഭാഗമാകാനായി ഒട്ടുമുക്കാൽ ബിസിനസ്സുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ബിസിനസ്സുകാർ അവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 15ഓളം ആളുകളാണ് അവിടെ ഉള്ളത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് മാർക്ക് ഫെല്ലറും സാം ഫ്രാങ്കും നീലും കൂടി കടന്നു വന്നു. ആ ഓപ്പൺ എയർ ഹാളിലേക്ക് മാർക്ക് കടന്നു വരുമ്പോൾ ആ ഹാളിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഞെട്ടി എണീറ്റു. സകല ആളുകളുടെ മുഖത്തും തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കണ്ടതിന്റെ ഒരു ഫീലുണ്ട്. അവർ പലരും അമ്പരപ്പോടെ
മാർക്കിനെ തന്നെ നോക്കുകയാണ്. സാമുവൽ പെട്ടെന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എനിക്ക് സന്തോഷമായി, മാർക്കിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. വളരെ പെട്ടെന്ന് സാമുവൽ പ്ലേറ്റ് മാറ്റി അങ്ങനെ പറഞ്ഞപ്പോ കൂടെ നിൽക്കുന്ന ആളുകളും അതേ വാചകം പറഞ്ഞു. അതെ അതെ, മാർക്കിനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. മാർക്ക്, ഞങ്ങൾ മാർക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മാർക്കിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. ആളുകൾ ആ ശൈലിയിൽ ഡയലോഗ് പറഞ്ഞപ്പോ മാർക്ക് നടന്ന് സാമുവലിന്റെ അടുത്തെത്തി. സാമുവലിനോടായി മാർക്ക് ചോദിച്ചു, ഹേയ് സാമുവൽ, എന്നെ കണ്ടപ്പോ സന്തോഷമായെന്നാണോ അതോ സങ്കടമായെന്നാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഹേയ് മാർക്ക്, അതെന്തൊരു ചോദ്യം. ഞങ്ങള് ഇപ്പോഴും മാർക്കിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. മാർക്കിനെ ആ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയപ്പോ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഒരു ശ്രമം നടത്തിയായിരുന്നു മാർക്കിനെ രക്ഷിക്കാനായി. പക്ഷെ അവർ സമ്മതിച്ചില്ല, മാർക്കിനെ അവർ വിട്ടില്ല. സാമുവൽ ആ ഡയലോഗ് പറഞ്ഞതും അതേ ഡയലോഗ് കൂടെയുള്ള ആളുകളൊക്കെ ആവർത്തിക്കുകയാണ്. അവരുടെ വാചകങ്ങൾ അല്പനേരം കേട്ടുനിന്ന മാർക്ക് അവരോട് പറഞ്ഞു, ഏയ് സാമുവൽ, നിന്റെ ഈ വാചകം ഇനി കേട്ടു നിൽക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. മാർക്ക് എന്താ പറഞ്ഞേ? നിന്റെ കള്ളത്തനം ഇനി എന്നോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നീ ഒരുപാട് ദ്രോഹങ്ങളാണ് എനിക്ക് ചുറ്റുമുള്ള ആളുകളോട് ചെയ്തത്, അതുകൊണ്ട് ഇനി നീ വേണ്ട. മാർക്ക് ആ വാചകം പറഞ്ഞപ്പോ സാമുവലിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. അവൻ ഒരു നിമിഷം പുറകോട്ട് മാറിയിട്ട് പെട്ടെന്ന് കൈത്തൊക്കെ വലിച്ചെടുത്തു. അവന്റെ കയ്യിൽ ഒരു റിവോൾവർ ഇരിക്കുകയാണ്. ആ റിവോൾവർ അവർ മാർക്കിന് നേരെ ചൂണ്ടി. മാർക്ക്, നീ ഇവിടുന്ന് പോ, അല്ലെങ്കിൽ എനിക്ക് ഫയർ ചെയ്യേണ്ടി വരും. സാമുവൽ മാർക്കിന് നേരെ ആ റിവോൾവർ ചൂണ്ടിക്കൊണ്ട് ആ വാചകം പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും മാർക്ക് പിന്മാറുമെന്നാണ് ആ ഗ്രൂപ്പിനകത്തുള്ള സകലരും കരുതിയത്. പക്ഷെ മാർക്ക് അവരെ അമ്പരപ്പിച്ചുകൊണ്ട് സാമുവലിന് നേരെ തന്നെ നടക്കുകയാണ്. തന്നെ നേരെ മാർക്ക് നടന്നു വരുന്നത് കണ്ടപ്പോ തോക്ക് പിടിച്ചിരിക്കുകയാണെങ്കിലും സാമുവൽ പുറകോട്ട് നടന്നു തുടങ്ങി. പുറകോട്ട് നടക്കുന്ന സാമുവലിനെ നോക്കിക്കൊണ്ട് മാർക്ക് മുന്നോട്ട് നടക്കുമ്പോൾ സാമുവൽ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഫയർ ചെയ്യും. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഷൂട്ട് മീ, വെടിവെക്കേ വെടിവെക്കേ. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോ സാമുവൽ രണ്ട് കൈ കൊണ്ട് ആ തോക്ക് പിടിക്കുകയാണ്. ശരിക്കും അവൻ വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ അവൻ വിറയ്ക്കുകയാണെങ്കിലും പുറകോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷെ ഇതിനിടയിലും മാർക്ക് നടന്ന് അടുത്തേക്ക് വരുന്ന കണ്ടതും സാമുവൽ പെട്ടെന്ന് ട്രിഗറങ്ങ് വലിച്ചു. ആ ട്രിഗറിൽ വിരലമർത്തിയ സാമുവൽ മാർക്കിനോട് പറയുകയും ചെയ്തു, ഞാൻ പറഞ്ഞതാണ് മുന്നോട്ട് വരരുതെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഫയർ ചെയ്തത്. മാർക്കിനെ നോക്കി ഫയർ ചെയ്ത സാമുവൽ അടുത്ത നിമിഷത്തിൽ ഇടിവെട്ടിയതുപോലെ നിന്നു പോവുകയാണ്. മാർക്കിന്റെ പുറത്ത് ആ വെടിയുണ്ട കൊണ്ടിട്ടും മാർക്കിന് ഒരു കൂസലുമില്ല. മാർക്കിന്റെ പുറത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ആ വെടിയുണ്ട മാർക്കിന്റെ പുറത്തിടിച്ച് എങ്ങോട്ടോ വീണിരിക്കുകയാണ്. മാർക്കിന്റെ പുറത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആ വെടിയുണ്ടയ്ക്ക് പറ്റിയിട്ടില്ല. മാർക്കിന്റെ പുറത്തിടിച്ച ആ ബുള്ളറ്റ് താഴെ വീണ ശബ്ദം സാമുവൽ കൃത്യമായി കേട്ടു. സാമുവൽ മാത്രമല്ല, ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളും അത് കേട്ടു. വെടിയുണ്ടയ്ക്ക് പോലും മാർക്കിന്റെ ശരീരത്തിൽ ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ആ ടീം തിരിച്ചറിയുമ്പോഴേക്കും മാർക്ക് നടന്ന് സാമുവലിനെ അടുത്തെത്തി കഴിഞ്ഞു. സാമുവലിന് ആ തോക്കിന്റെ ട്രിഗറിൽ വിരലമർത്താൻ പോലും പറ്റുന്നില്ല. അവൻ ശരിക്കും വിറയ്ക്കുകയാണ്. മാർക്ക് അവന്റെ കയ്യിലെ തോക്കിലേക്ക് നോക്കിയിട്ട് സാമുവലിനോട് ചോദിച്ചു, സാമുവൽ, നിന്റെ വെയർഹൗസിൽ ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നിനക്ക് എവിടെന്നാ കിട്ടുന്നത്? മാർക്ക് അത് ചോദിച്ചതും സാമുവൽ തോക്ക് താഴെ എറിഞ്ഞിട്ട് മാർക്കിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ നിമിഷം മുതൽ ഞാൻ മാർക്കിന് വേണ്ടി വർക്ക് ചെയ്യാം. സാമുവൽ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ആ വെയർഹൗസിൽ കാണുന്ന മെഡിസിനൽ പ്ലാന്റ്സ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മാർക്ക്, ഞാനത് പറഞ്ഞാൽ എന്നെ കൊല്ലാതിരിക്കൂ? നിന്നെ കൊല്ലണോ വേണ്ടിയെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. മാർക്ക്, എന്നെ കൊല്ലില്ലെങ്കിലേ ഞാൻ പറയുള്ളൂ. അങ്ങനെ സാമുവൽ പറഞ്ഞതും മാർക്ക് കൈ ഉയർത്തി ഒരു അറ്റിയാടി. സാമുവലിനെ പോലുള്ള ഒരാള് മാർക്കിനോട് ഡിമാൻഡ് വെക്കുന്നത് മാർക്കിന് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മാർക്ക് കൈ ഉയർത്തി ഒരു അറ്റ അടി അടിച്ചത് സാമുവലിന്റെ തല ചിതറി. മിഡിൽ സിറ്റിയിലെ ബിസിനസ്സുകാരാണ് അവിടെ നിൽക്കുന്ന എല്ലാവരും. അവരാരും ഈ ശൈലിയിൽ ഒരു മനുഷ്യനെ ആരെങ്കിലും അടിച്ചു കൊല്ലുന്നത് കണ്ടിട്ടുള്ള ആളുകളല്ല. മിഡിൽ സിറ്റിയിൽ ഇപ്പോ നമ്പർ 1 സാമുവലാണ്. സ്വാധീനത്തിലും അധികാരത്തിലും പണത്തിലും നമ്പർ 1 ആയ ആ സാമുവലിനെയാണ് ഒറ്റയടിക്ക് മാർക്ക് കൊന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു റിസൾട്ട് അവിടെ ആ ഹാളിനകത്ത് ഉണ്ടാവുകയാണ്. ഭയന്നുപോയ ആ ബിസിനസ്സുകാർ എല്ലാം പെട്ടെന്ന് തന്നെ മാർക്ക് മുന്നിൽ മുട്ടുകുത്തി. മാർക്കിന് മുന്നിൽ മുട്ടുകുത്തി മാർക്കിനോട് ആ 15 ബിസിനസ്സുകാരും മാപ്പ് പറഞ്ഞെങ്കിലും ആ 15 പേർക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എവിടെ അധികാരമുണ്ടോ ആ ഭാഗത്തേക്ക് ചായുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. സ്വന്തമായി നട്ടലില്ലാത്ത ആളുകൾ എന്ന് നമുക്ക് അവരെ വിളിക്കാം. ആ 15 പേരെയും ഒന്ന് നോക്കിയതിനു ശേഷം മാർക്കിന്റെ കൈ ഒന്ന് ഉയർത്തി. മാർക്കിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്നാണ് ഫ്ലെയിം ഉണ്ടായത്.
മാർക്കിന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നീല നിറത്തിലുള്ള ഫ്ലെയിം പെട്ടെന്ന് ആ 15 പേരുടെയും പുറത്തേക്ക് വീണു. ആ 15 പേരും ആ നിമിഷം കത്തി തുടങ്ങുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നീലും അതുപോലെ സാം ഫ്രാങ്കും കണ്ടത്. മിഡിൽ സിറ്റിയിലെ അറിയപ്പെടുന്ന 15 ബിസിനസ്സുകാർ പച്ചയ്ക്ക് നിന്ന് കത്തുകയാണ്. അവരെ ജീവനോടെ മാർക്ക് ദഹിപ്പിക്കുകയായിരുന്നു എന്ന് പറയാം. ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ 15 ടീം ആ ഹാളിനകത്ത് കത്തി അവസാനിച്ചു. കൂടെ നേരത്തെ കൊല്ലപ്പെട്ട സാമുവലിന്റെ ബോഡിയും കത്തിത്തീർന്നു. മാർക്കിന്റെ കൾട്ടിവേഷൻ ലെവലുകൾ മാറുന്നതനുസരിച്ച് മാർക്കിന്റെ മനസ്സിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുറ്റമായി മാർക്കിന് തോന്നാതായിരിക്കുകയാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതിരുന്ന മാർക്ക് ഫെല്ലർ കൊലപാതകം നടത്തുന്നതിൽ ഒരു മടിയില്ലാത്ത ആളായി സ്വയം മാറുകയാണ്. ആ മാറ്റം നീലും സാം ഫ്രാങ്കും കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട്. മാർക്ക് ഫെല്ലർ ഒരു തരത്തിലുമുള്ള അനീതിയും ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന ശൈലിയിലേക്ക് പതുക്കെ മാറുകയാണ്. മിഡിൽ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാർക്കും നീലും കൂടി മിഡിൽ സിറ്റിയിൽ നിന്ന് തൊട്ട് സമീപത്തുള്ള മറ്റു സിറ്റിയിലേക്ക് തിരിച്ചു. ചിൽഷെയർ പ്രൊവിൻസിന്റെ ക്യാപിറ്റൽ ചിൽടൗൺ ആണെങ്കിലും ചിൽഷെയറിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി ബായി സിറ്റിയാണ്. മാർക്കും നീലും കൂടി വെയർഹൌസിൽ നിന്ന് ആവശ്യമായ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് മിഡിൽ സിറ്റിയിൽ നിന്ന് നേരെ പോയത് ആ ബായ് സിറ്റിയിലേക്കാണ്. ആ ബായ് സിറ്റിയിൽ ജിയാങ്ഗുവിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അനവധി ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അവിടെ ഒത്തിരിയേറെ വില്ലകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വില്ലകളിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് മാർക്ക് അവിടെ താമസമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർക്ക് ബായ് സിറ്റിയിലേക്ക് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മിഡിൽ സിറ്റിയെക്കാളും ചിൽടൗണിനേക്കാളും സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഒരുപാടുള്ള മേഖല ബായ് സിറ്റിയാണ്. ബായ് സിറ്റിക്ക് സമീപത്തുകൂടി വളരെ വിശാലമായ ഒരു നദിയും അതുപോലെ നീണ്ടു പരന്നു കിടക്കുന്ന മരനിരകളും പുൽമേടുകളൊക്കെ ഉണ്ട്. പ്രകൃതിയുമായി കണക്റ്റഡ് ആണ് ആ ബായ് സിറ്റി. ഒരുപാട് പ്രമുഖർ താമസമാക്കിയിരിക്കുന്ന സിറ്റി കൂടിയാണ് ബായ് സിറ്റി. ആ ബായ് സിറ്റിയിലേക്കാണ് മാർക്ക് എത്തിച്ചേർന്നത്. ജിയാങ്ഗുവിന്റെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കമ്പനി അവിടെ ഒരു മേഖല തന്നെ അക്വയർ ചെയ്ത് വില്ലകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കും നീലും ആ വില്ലയുടെ നടത്തിപ്പുകാരുടെ അടുത്തെത്തിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അതിന്റെ കാരണം ആ ദിവസം രാവിലെ ജിയാങ്ഗു നടത്തിയ ഒരു പ്രസ്താവനയാണ്. ജിയാങ്ഗു ചിൽടൗണിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അയാളുടെ ഫാമിലി മാർക്ക് ഫെല്ലറുടെ അധീനതയിലേക്ക് മാറുന്നു എന്നാണ് ആ വാർത്താ സമ്മേളനത്തിൽ ജിയാങ്ഗു പറഞ്ഞത്. ഇനി മുതൽ ജിയാങ്ഗുവിന്റെ ഫാമിലിയുടെ തലവൻ സാക്ഷാൽ മാർക്ക് ഫെല്ലർ ആയിരിക്കുമെന്ന് ജിയാങ്ഗു തന്നെ പത്രസമ്മേളനം വഴി അറിയിച്ചപ്പോൾ അതൊരു വലിയ വാർത്തയായി മാറി. ആ വാർത്ത നേരത്തെ തന്നെ സോഷ്യൽ മാധ്യമങ്ങൾ കുറേശ്ശെ പുറത്തുവിട്ടിരുന്ന ഒരു വാർത്തയുമായി കണക്റ്റഡ് ആണ്. ജിയാങ്ഗുവും മാർക്കും തമ്മിലുള്ള ഫൈറ്റിൽ മാർക്ക് ഫെല്ലർ വിജയിച്ച കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാം. അന്ന് മുതലേ ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ജിയാങ് കുടുംബത്തെ മാർക്ക് ഫെല്ലർക്ക് അടിയറ വെച്ചു എന്നുള്ള വാർത്ത പലരും കുറേശ്ശെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും രഹസ്യമായിട്ടാണ് ആ വാർത്ത പ്രചരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ജിയാങ്ഗു തന്നെ അത് പബ്ലിക്കായി സമ്മതിച്ചതോടുകൂടി ആ വാർത്ത വൻതോതിൽ പ്രചരിക്കുകയാണ്. ആ വാർത്തയുടെ അനുബന്ധമായിട്ട് സോഷ്യൽ മാധ്യമങ്ങളിൽ അനവധി കമന്റുകളും അനവധി അഭിപ്രായങ്ങളും ഒക്കെ പൊന്തി വന്നു തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഒരു പുതിയ പേരിനെ കുറിച്ചാണ്. ആ പേര് ആളുകൾ ആഘോഷിക്കുകയാണ്. ചിൽഷെയറിലെ രാജാവ് എന്ന തലക്കെട്ടാണ് അവർ മാർക്ക് ഫെല്ലർക്ക് കൊടുക്കുന്നത്. ആരോ ഒരാൾ മാർക്ക് ഫെല്ലർക്ക് ചാർത്തി കൊടുത്ത ഒരു പേരാണ് ചിൽഷെയറിലെ രാജാവ്, കിങ് ഓഫ് ചിൽഷെയർ. നേരത്തെ ജിയാങ്ഗു ശരിക്കും രാജാവിനെ പോലെ ചിൽഷെയറിൽ ഭരിച്ചപ്പോഴും ആരും അയാളെ കിങ് ഓഫ് ചിൽഷെയർ എന്ന് വിളിച്ചിരുന്നില്ല. ഇപ്പൊ ഇതാ അതേ ജിയാങ്ഗു മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ പരാജയപ്പെട്ടപ്പോൾ ആളുകൾ മാർക്ക് ഫെല്ലർക്ക് ചാർത്തി കൊടുത്തിരിക്കുന്ന പേര് കിങ് ഓഫ് ചിൽഷെയർ എന്നാണ്. രാവിലെ മുതൽ സോഷ്യൽ മാധ്യമങ്ങളിൽ ആ വാർത്തയും ആ പേരും അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലറും നീലും കൂടി മിഡിൽ സിറ്റിയിൽ നിന്ന് ബായ് സിറ്റിയിൽ എത്തുന്നത്. ബായ് സിറ്റിയിൽ ആ വില്ല നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഓഫീസിന് മുന്നിൽ മാർക്ക് എത്തുമ്പോൾ ആ ഓഫീസിന്റെ ചുമതലയുള്ള യുവതി ഓടി മാർക്കിനടുത്ത് വന്നു. ഹേയ്, നിങ്ങൾ കിങ് ഓഫ് ചിൽഷെയർ അല്ലേ? ആ ലേഡി
അങ്ങനെ ഒരു ചോദ്യം മാർക്കിനോട് ചോദിച്ചപ്പോൾ മാർക്ക് ഒന്ന് വല്ലാണ്ടായി. പക്ഷെ കൂടെയുള്ള നീല് ഉടൻ പറഞ്ഞു, അതെ, ഇദ്ദേഹമാണ് കിങ് ഓഫ് ചിൽഷെയർ. മാർക്കും നീലും കൂടി മിഡിൽ സിറ്റിയിൽ നിന്ന് ബായ് സിറ്റിയിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ നോക്കിയായിരുന്ന മാർക്കും നീലും ഒക്കെ ആ വാചകം കണ്ടിരുന്നു. ശരിക്കും സോഷ്യൽ മീഡിയയിൽ ജിയാങ്കു നടത്തിയ പത്രസമ്മേളനവും അതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങളൊക്കെ അവർ വായിച്ചിരുന്നു. ജിയാങ്കു പരസ്യമായിട്ട് ജിയാങ് കുടുംബത്തിന്റെ തലവനായി മാർക്ക് ഫെല്ലറെ അവതരിപ്പിച്ച ആ നിമിഷം മുതൽ സോഷ്യൽ മീഡിയകളിലെ സകല പോസ്റ്റുകളിലും കിങ് ഓഫ് ചിൽഷെയർ കടന്നു വന്നിരുന്നു. അത് കാണുമ്പോഴൊക്കെ മാർക്കിന് ആകെ ചമ്മലാണ്. അയാൾ സാധാരണ ലെവലിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കക്ഷിയാണ്. അയാളൊക്കെ രാജാവ് എന്നൊക്കെ ആളുകൾ വിളിക്കുമ്പോൾ മാർക്കിന് ഏതാണ്ട് തൊലി പൊളി പോലെയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കിങ് ഓഫ് ചിൽഷെയർ എന്ന് വിളിച്ചാൽ മാർക്ക് വല്ലാണ്ട് ചമ്മം. പക്ഷേ മാർക്കിനെ കിങ് ഓഫ് ചിൽഷെയർ എന്ന് പറയാൻ നീൽ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഓഫീസിന്റെ ചുമതലക്കാരിയോട് നീല് അങ്ങനെ പറഞ്ഞത്. ശരിക്കും ആ യുവതിക്ക് മാർക്കിനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. അവർക്ക് ശക്തരെ വലിയ ഇഷ്ടമാണ്. ജിയാങ്കുവിനോട് അതുകൊണ്ടാണ് അവർക്ക് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നത്. ആ ജിയാങ്കുവിന്റെ ബോസായി സാക്ഷാൽ മാർക്ക് ഫെല്ലർ എത്തിയെന്ന് കണ്ടപ്പോൾ അവളുടെ ബഹുമാനം ശരിക്കും കൂടിയിരിക്കുകയാണ്. ജിയാങ്കുവിനോട് തോന്നിയതിനേക്കാൾ ബഹുമാനം ഇപ്പൊ മാർക്കിനോട് ആ ലേഡിക്കുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ അതിവേഗം മാർക്ക് ആവശ്യപ്പെട്ട വില്ലയെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തു. ശരിക്കും സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുള്ള മനോഹരമായ ഒരു വില്ലയാണ് മാർക്ക് കണ്ടെത്തിയത്. മാർക്കിന് ആ വില്ലങ്ങ് ഇഷ്ടപ്പെടാൻ കാരണം അതിന് ചുറ്റുമുള്ള ഒരു കോമ്പൗണ്ടാണ്. പക്ഷെ ആ വില്ലയ്ക്ക് ചുറ്റും കോമ്പൗണ്ട് വാള് പൂർത്തീകരിച്ചിട്ടില്ല. മാർക്ക് ആ ലേഡിയോട് ചോദിച്ചു, ലീന കിങ് എപ്പോ ഈ കോമ്പൗണ്ട് വാൾ പൂർത്തീകരിക്കും? ലീന കിങ് എന്ന ആ എക്സിക്യൂട്ടീവ് ഉടൻ തന്നെ മാർക്കിന് അതിന് മറുപടിയും കൊടുത്തു, സർ, പരമാവധി 3 ദിവസം, അതിനിടയിൽ ഞാൻ ആ വാള് നിർമ്മാണം പൂർത്തീകരിക്കും. ശരിക്കും ഒരു കോമ്പൗണ്ട് വാള് കൂടി അവിടെ വന്നാലേ മാർക്ക് ഉദ്ദേശിക്കുന്ന കാര്യം മാർക്കിന് അവിടെ ചെയ്യാൻ പറ്റും. മാർക്ക് ആ സ്ഥലത്ത് ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. നേരത്തെ ജിയാങ്കുവുമായി ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ ആ ശ്മശാനത്തിന് ചുറ്റുമായി മാർക്ക് ഒരു കളം സൃഷ്ടിച്ചിരുന്നു. ആ കളത്തിന്റെ സെൻട്രൽ പോയിന്റിലാണ് യഥാർത്ഥത്തിൽ അന്ന് മാർക്ക് നിന്നത്. ആ സെൻട്രൽ പോയിന്റിലേക്ക് ആ കളത്തിന്റെ എല്ലാ മൂലയിൽ നിന്നും ബ്ലാക്ക് എനർജി ഒഴുകിയെത്തുകയായിരുന്നു. ആ ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കാനാണ് മാർക്ക് ആഗ്രഹിക്കുന്നത്. സ്പിരിച്വൽ എനർജി ബായ് സിറ്റിയിൽ എമ്പാടുമുണ്ട്. ബായ് സിറ്റിയിലെ ആ വിശാലമായ നദിയും മലകളും ഒക്കെ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. ആ ഭാഗത്തു നിന്നെല്ലാം മാർക്കിന്റെ വില്ല സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് സ്പിരിച്വൽ എനർജി എത്തിക്കണം. അതിന് ഒരു കളം തയ്യാറാക്കണം. ആ കളം ഒരു ഫോർമേഷനാണ്. ആ ഫോർമേഷനകത്തേക്ക് സകല മേഖലയിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഒഴുകിയെത്തുമ്പോൾ മാർക്കിന് സ്പിരിച്വൽ എനർജി തിരക്കി പോകേണ്ട കാര്യം വരത്തില്ല. വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് വളരെ ശ്രദ്ധാപൂർവം ഉണ്ടാക്കുന്ന ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ കളം, അതാണ് മാർക്ക് ഉദ്ദേശിക്കുന്നത്. മാർക്കിന് അതിവിശാലമായ ഒരു കളം വേണമെന്നുള്ളത് കൊണ്ടാണ് വലിയൊരു കോമ്പൗണ്ട് വാൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മേഖല മാർക്ക് തിരഞ്ഞെടുത്തത്. മാർക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലീന കിങ് എന്ന ആ എക്സിക്യൂട്ടീവ് കൃത്യമായി നോട്ട് ചെയ്തു. അവൾ അതിനുശേഷം ആ മതിൽ നിർമ്മാണ പ്രക്രിയയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജോലിക്കാർക്ക് കൊടുത്തു. മാർക്കും നീലും കൂടി വില്ലയ്ക്കുള്ളിലേക്ക് കടന്നു. അനവധി വാഹനങ്ങളിലായിട്ട് കുറെ സാധനങ്ങളും മാർക്കും നീലും കൊണ്ടുവന്നിട്ടുണ്ട്. മിഡിൽ സിറ്റിയിൽ നിന്ന് അവർ കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ വില്ലയിൽ ഒരുക്കി കഴിഞ്ഞപ്പോൾ മാർക്ക് അവന്റെ കൈവശമുള്ള ആ കല്ലിലുള്ള കറുത്ത ആ പ്രതിമ പുറത്തെടുത്തു. വിക്കി ലാമിങ്ങും വിൽഫ്രഡ് ജാക്കും റിച്ചാർഡ് വൂക്കും ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് വെച്ചാണ് അന്ന് മാർക്ക് ആ പ്രതിമ സംഘടിപ്പിച്ചത്. ആ പ്രതിമയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ടെന്ന് മാർക്കിന് അറിയാം. മാർക്കിന്റെ മുറിയിലെ ടേബിളിന്റെ മുകളിൽ ആ പ്രതിമ എടുത്തു വെച്ചു. മാർക്ക് ആ പ്രതിമയെ തന്നെ നോക്കുകയാണ്. ശരിക്കും ആ പ്രതിമയിൽ നിന്ന് ഒരു ബ്ലാക്ക് എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. മാർക്ക് പതുക്കെ ആ ബ്ലാക്ക് എനർജി അബ്സോർബ് ചെയ്തു തുടങ്ങി. സാധാരണഗതിയിൽ നമുക്ക് ചുറ്റുമുള്ള ഊർജം നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ആ മുറിക്കകത്തുള്ള ഊർജത്തിന്റെ അളവ് കുറയും. മാർക്ക് തന്റെ മുന്നിലിരിക്കുന്ന പ്രതിമയിൽ നിന്ന് ബ്ലാക്ക് എനർജി വലിച്ചെടുത്തു തുടങ്ങിയപ്പോൾ ബ്ലാക്ക് എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഡാർക്ക് എനർജി വലിച്ചെടുക്കുന്ന അളവ് കൂടിയിട്ടും ആ പ്രതിമയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡാർക്ക് എനർജിയുടെ അളവ് കുറയുന്നേയില്ല. വല്ലാത്തൊരു അമ്പരപ്പ് സ്വാഭാവികമായും മാർക്കിനുണ്ടായി.
മാർക്ക് ആ പ്രതിമ ഒന്ന് തടവി തുടങ്ങി. ആ പ്രതിമയിൽ എന്തെങ്കിലും സൂത്രമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് മാർക്ക് ആ പ്രതിമയെ ഒന്ന് തടവി തുടങ്ങുന്നത്. മാർക്കിന്റെ കൈ ആ പ്രതിമയുടെ തലയിലൂടെ കടന്ന് മുതുകിലൂടെ കടന്ന് പുറകുവശത്തൂടി കാൽപാദത്തിലെത്തി തിരിച്ച് മുകളിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ആ പ്രതിമയിൽ നിന്ന് ഒത്തിരി കറുത്ത പ്രകാശം പുറത്തേക്ക് ചാടി. ആ കറുത്ത പ്രകാശത്തിന്റെ അളവ് വൻതോതിലേക്ക് കൂടുകയാണ്. താൻ ആ പ്രതിമയിൽ എന്തെങ്കിലും ചെയ്തു, അതുകൊണ്ടാണോ ആ പ്രതിമയ്ക്കകത്തുള്ള മുഴുവൻ കറുത്ത എനർജിയും പുറത്തേക്ക് ചാടുന്നത്? അങ്ങനെ ചിന്ത മാർക്ക് ഫെല്ലർക്ക് ഉണ്ടാകുമ്പോഴേക്കും ശരിക്കും ഒരു കറുത്ത കാർമേഘം ആ മുറിക്കകത്തങ്ങ് രൂപം കൊള്ളുകയാണ്. മാർക്ക് അമ്പരപ്പോടെ ആ രൂപം കൊണ്ട കാർമേഘത്തിലേക്ക് നോക്കുമ്പോൾ ആ കാർമേഘത്തിന്റെ രൂപം പെട്ടെന്നങ്ങ് മാറുകയാണ്. ആ പ്രതിമയിൽ നിന്ന് മുകളിലേക്ക് വന്ന ആ കറുത്ത ഫ്യൂംസ് കാർമേഘമായി രൂപം കൊണ്ടിരുന്നത് മാറി പെട്ടെന്ന് ഒരു ആളിന്റെ രൂപമായി. നല്ല പൊക്കമുള്ള ഒരു മനുഷ്യൻ. മാർക്ക് അമ്പരപ്പോടെ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. മാർക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മുറി നിറഞ്ഞ് ഒരു രൂപം നിൽക്കുകയാണ്. ആ രൂപം മാർക്കിനൊന്ന് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. അവസാനം ഞാൻ പുറത്തെത്തി. അവസാനം നീ എത്തിയല്ലേ? ആ രൂപം അങ്ങനെ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞപ്പോ മാർക്കിന് ഒന്നും മനസ്സിലായില്ല. മാർക്ക് അമ്പരപ്പോടെ അയാളെ തന്നെ നോക്കുമ്പോൾ ആ രൂപം പറഞ്ഞു, എന്റെ ഡാർക്ക് എർത്ത് വാലിയിൽ നിന്ന് ഒരാൾ അവസാനം എന്റെ അടുത്ത് എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ ഡാർക്ക് എർത്ത് വാലി, അങ്ങനെയാണ് അയാൾ പറഞ്ഞ വാചകം. ഡാർക്ക് എർത്ത് വാലി എന്ന് മാർക്കും കേട്ടിട്ടുണ്ട്. പൈറോയുടെ തെക്ക് കിഴക്ക് മേഖലയിൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഡാർക്ക് എർത്ത് വാലി. ആ മേഖലയിൽ ആളുകൾ സാധാരണ പോകത്തില്ല. ആ സ്ഥലം ദുർമന്ത്രവാദികളുടെ ഒരു കേന്ദ്രമാണെന്നാണ് സാധാരണ പറയുക. അതുകൊണ്ട് തന്നെ മാർക്കിന് ആ പേര് കേട്ടപ്പോൾ ഒരു അമ്പരപ്പുണ്ട്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഏയ് ചെറുപ്പക്കാരാ, അവസാനം നീ എന്നെ തേടിയെത്തി. കാര്യം മനസ്സിലായില്ലെങ്കിലും മാർക്ക് പെട്ടെന്ന് ആ രൂപത്തോട് പറഞ്ഞു, മാസ്റ്റർ, ഞാൻ ഒരുപാട് അലഞ്ഞാണ് മാർക്കിനെ കണ്ടുപിടിച്ചത്. എന്തായാലും നിന്റെ ആ ശ്രമം നന്നായി. അങ്ങനെ പറഞ്ഞിട്ട് ആ രൂപം പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, ഏയ് ചെറുപ്പക്കാരാ, നീ സീല് തുറക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചു. ആ രൂപത്തിന്റെ ആ ചോദ്യം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ആദ്യം മാർക്കിന് മനസ്സിലായില്ല. മാർക്ക് ആ രൂപത്തെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ രൂപം മാർക്കിനോട് പറഞ്ഞു, ഏയ് ചെറുപ്പക്കാരാ, ഈ പ്രതിമയിലുള്ള സീല് പൊട്ടിക്കാനുള്ള മാർഗം നീ കണ്ടെത്തിയില്ലേ? അതുണ്ടെങ്കിലല്ലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. ആ രൂപം അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്കിന് ഒരു കാര്യം ബോധ്യമായി. ആ പ്രതിമയിൽ ആ വ്യക്തി കെട്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾ ആരോ ആ പ്രതിമയ്ക്കകത്ത് സീൽ ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് ആ പ്രതിമ വിട്ട് പോകാൻ പറ്റില്ല. അത് മനസ്സിലായതും മാർക്ക് ആ രൂപത്തോട് പറഞ്ഞു, മാസ്റ്റർ, ഞാൻ ഒരുപാട് അലഞ്ഞിട്ടും എനിക്ക് ആ സീല് തുറക്കാനുള്ള മാർഗം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നീ എന്തൊരു വിധിയാണ്! അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രൂപം അതിന്റെ കൈയൊന്ന് ഉയർത്തി. ആ കൈ അത് ഉയർത്തിയതും ഒരു പ്രഷർ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകും മുമ്പ് മാർക്കിനെ ആ കൈ താഴ്ത്തി തുടങ്ങി. ആ കൈയുടെ പ്രഷർ മാർക്കിന്റെ തലയിൽ അനുഭവപ്പെട്ടതും മാർക്ക് മുട്ടിടിച്ച് താഴേക്ക് വീണു. ശരിക്കും മാർക്കിന്റെ ബോഡി ഒന്ന് നുറുങ്ങിപ്പോകുന്ന ശൈലിയിലുള്ള ഒരു പ്രഷർ മാർക്കിന് മുകളിൽ ആ കൈ കൊടുക്കുകയാണ്. ആ രൂപത്തിന് അൺബിലീവബിൾ ആയിട്ടുള്ള ശക്തിയുണ്ട്. മാർക്ക് ഇപ്പോ സ്പിരിച്വലോജി ഫൗണ്ടേഷൻ സ്റ്റേജിന്റെ 3ാമത്തെ ലെവലിൽ നിൽക്കുകയാണ്. ആ 3ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആള് മാർഷൽ ആർട്സുകാരുടെ ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കാനുള്ള കപ്പാസിറ്റി വരെ നേടിയ ആളാണ്. അങ്ങനെയുള്ള മാർക്ക് ഫെല്ലറെയാണ് നിഷ്പ്രയാസം ആ രൂപം നേരെ തറയിലേക്ക് താഴ്ത്തിയത്. മാർക്ക് തറയിൽ ഏതാണ്ട് മുട്ടുകിടിച്ച് വീണപ്പോൾ ആ രൂപം മാർക്കിന്റെ പുറത്ത് കൈ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ പുറത്ത് വൻതോതിൽ പ്രഷർ അനുഭവപ്പെടുന്ന കണ്ടതും മാർക്ക് ആ രൂപത്തോട് പറഞ്ഞു, മാസ്റ്റർ ക്ഷമിക്കണം, ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റാതെ പോയതിന് ഒരു കാരണമുണ്ട്. അത് കേട്ടതും ആ രൂപം കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ മാർക്കിന്റെ പുറത്ത് അനുഭവപ്പെടുന്ന പ്രഷർ പതുക്കെ മാറി. മാർക്ക് ഒരു പരുവത്തിൽ എണീറ്റു. ശരിക്കും മാർക്ക് എണീക്കുമ്പോൾ മാർക്ക് ഒന്ന് വിറയ്ക്കുന്നുണ്ട്. അത്ര ശക്തമായ പ്രഷറാണ് മാർക്കിന്റെ പുറത്ത് ആ രൂപം കൊടുത്തത്. മാർക്ക് ഒന്ന് ശ്വാസം എടുത്തിട്ട് ആ രൂപത്തോട് പറഞ്ഞു, മാസ്റ്റർ, നമ്മുടെ ഡാർക്ക് എർത്ത് വാലിയിലെ ആളുകൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഏയ് എഗ്മാൻ, ഡാർക്ക് എർത്ത് വാലിയിലെ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ?
അവിടെയുള്ള ആളുകൾക്ക് ശക്തിക്ക് ഒരു കുഴപ്പം വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളില്ലേ? ആ സ്ത്രീകളെ അവിടേക്ക് കൊണ്ടുവന്നാൽ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഊർജം നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. മാർക്ക് നേരത്തെ ആ കഥ കേട്ടിട്ടുണ്ട്. പൈറോയുടെ ആ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഡാർക്ക് എർത്ത് വാലി എന്നറിയപ്പെടുന്ന ആ ചെറിയ സ്ഥലത്ത് ദുർമന്ത്രവാദികൾ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ശരീരത്തിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്നുണ്ടെന്നും ആ വലിച്ചെടുക്കപ്പെടുന്ന സാധനത്തിലൂടെയാണ് അവിടെയുള്ള ആളുകൾ അവരുടെ ശക്തി ഉണ്ടാക്കുന്നുവെന്നാണ് മാർക്ക് കേട്ടിട്ടുള്ള കഥ. അങ്ങനെ ശക്തി ഉണ്ടാക്കാനായി അവർ സ്ത്രീകളെ ഉപയോഗിക്കുമ്പോൾ ആ സ്ത്രീകളൊക്കെ കൊല്ലപ്പെടും. ഒരുപാട് സ്ത്രീകൾ അവിടെ കൊല്ലപ്പെട്ടതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരു മനുഷ്യനും പോകാറില്ല. ആ കഥകളൊക്കെ മാർക്കിനും അറിയാവുന്നതാണ്. ശരിക്കും ഭീകരന്മാരാണ് അവിടെ ഉള്ളതെന്ന് അർത്ഥം. മാർക്ക് ആ രൂപം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഒന്ന് നടുങ്ങി. പക്ഷെ പെട്ടെന്ന് മാർക്ക് ആ രൂപത്തോട് പറഞ്ഞു, മാസ്റ്റർ, ഇപ്പോ ഒരാള് ഒരു ഗ്രാൻഡ് മാസ്റ്ററായി മാറിയിട്ടുണ്ട്. ഗ്രാൻഡ് മാസ്റ്ററോ? അതെ മാസ്റ്റർ. അയാളുടെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. അയാള് നമ്മുടെ ഈ ഡാർക്ക് എർത്ത് വാലിയിലെ ആളുകളെയൊക്കെ കൊന്നു തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ വിചാരിച്ചപ്പോ നമ്മുടെ ആളുകളെ കൊല്ലാൻ പറ്റിയിരുന്നു. എന്താ നമ്മുടെ ആളുകൾക്കൊന്നും ശക്തിയില്ലേ? ഇപ്പോ ആ കറുത്ത ഭൂതം ആ ശൈലിയിൽ ചോദിച്ചപ്പോ മാർക്ക് പറഞ്ഞു, മാസ്റ്റർ, ആ മാർക്ക് ഫെല്ലർ ശരിക്കും ശക്തനാണ്. അയാൾ പറയുകയാണ് ഡാർക്ക് എർത്ത് വാലിയിലെ മുഴുവൻ ആളുകളെയും അയാൾ കൊല്ലുമെന്ന്. ഒരു ഗ്രാൻഡ് മാസ്റ്ററെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഇപ്പോ അവിടെ ആർക്കും ഇല്ലേ? മാസ്റ്റർ, എനിക്ക് കപ്പാസിറ്റി കിട്ടിയനെ, എനിക്ക് കുറച്ചുകൂടി ശക്തി ഉണ്ടെങ്കിൽ. മാസ്റ്ററിന് ശരിക്കും ശക്തിയില്ലേ? മാസ്റ്റർ കുറച്ച് ശക്തി എനിക്ക് നൽകിയാൽ ഞാൻ ആ മാർക്ക് ഫെല്ലറെ കൊല്ലാൻ. മാർക്ക് ഫെല്ലറെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിമയിലെ സീൽ തുറക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് മാർക്ക് ആ വാചകം പറഞ്ഞപ്പോൾ ആ രൂപം അല്പനേരം ഒന്ന് ആലോചിച്ചു. അത് ശരിയാവില്ല. എൻ്റെ ശക്തി എനിക്കങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല മാസ്റ്റർ. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ആ മാർക്ക് ഫെല്ലർ നമ്മുടെ കൂട്ടത്തിലെ മുഴുവൻ ആളുകളെയും കൊല്ലും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും ഈ പ്രതിമയിലെ സീല് തുറക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോൾ ആ രൂപം അല്പനേരം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. അതിനുശേഷം ആ രൂപം കൈ ഒന്ന് ഉയർത്തി. ആ രൂപം കൈ ഒന്ന് ഉയർത്തിയതും ആ രൂപത്തിൽ നിന്ന് ഒരു പ്രകാശം പെട്ടെന്ന് മാർക്കിന്റെ നെറ്റിക്ക് നേരെ പാഞ്ഞു വന്നു. മാർക്കിന്റെ തലയിൽ ഇപ്പോ ഒരു ഡിവൈൻ സെൻസ് രൂപം കൊണ്ടിട്ടുണ്ട്. ആ സെൻസിലേക്കാണ് ആ പ്രകാശം വന്ന് പതിച്ചതെന്ന് ആ പ്രകാശം പതിച്ച നിമിഷം തന്നെ മാർക്കിന് മനസ്സിലായി. ആ രൂപം മാർക്കിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഡിവൈൻ സെൻസിൽ ഒരു സിഗ്നേച്ചർ ഇട്ടിരിക്കുകയാണ്, ഒരു അടയാളം. എനിക്ക് നിന്നെ പോലെ ഒരു സഹായിയുടെ ആവശ്യമുണ്ടായിരുന്നു. നിന്റെ ഡിവൈൻ സെൻസിൽ എന്റെ സിഗ്നേച്ചർ ഉള്ളത് കൊണ്ട് എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നിന്നെ നിയന്ത്രിക്കാൻ പറ്റും. അത് കേട്ട് നീ ഭയപ്പെടുന്നു വേണ്ട. ആ സിഗ്നേച്ചർ നിനക്കൊരു സഹായകമാവും. ആ സിഗ്നേച്ചർ ഉപയോഗിച്ച് നിനക്ക് എൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ആ രൂപം മാർക്കിനോട് പറഞ്ഞു, നിനക്ക് എത്ര ദിവസത്തെ സമയം വേണം? മാസ്റ്റർ, പരമാവധി 1 മാസം, അത് മാത്രം മതി. അതിനിടയിൽ സീല് തുറക്കാനുള്ള മാർഗം ഞാൻ കണ്ടുപിടിക്കും. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. അങ്ങനെ പറഞ്ഞതും ആ കറുത്ത പുക അതിവേഗം ആ പ്രതിമയിലേക്ക് അങ്ങ് ലയിച്ചു ചേരുകയാണ്. അതിവേഗതയിൽ ആ പ്രതിമയിലേക്ക് ആ രൂപം അങ്ങ് കയറിപ്പോയി എന്ന് പറയാം. ആ രൂപത്തിന് ആ പ്രതിമ വിട്ട് ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല എന്നർത്ഥം. അതിനകത്ത് ഒരു സീലുണ്ട്. ആ സീല് ആ പ്രതിമയ്ക്കകത്ത് ആ രൂപത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ രൂപം ആ പ്രതിമയ്ക്കുള്ളിലേക്ക് അങ്ങ് മടങ്ങിയപ്പോൾ ഒരു വല്ലാത്ത ആശ്വാസം മാർക്കിന് ഫീൽ ചെയ്തു. ഈ കാഴ്ച അല്പം ദൂരെ മാറി നിന്ന് കാണുന്ന സാക്ഷാൽ നീൽ ആ നിമിഷത്തിലാണ് മാർക്കിനടുത്തേക്ക് ഓടി വന്നത്. മാർക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീൽ, ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ്, നീ പുറത്തുണ്ടാവണം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ പ്രതിമ എടുത്ത് തറയിലേക്ക് വെച്ചു. അതിനുശേഷം മാർക്ക് ആ പ്രതിമയ്ക്ക് മുന്നിൽ കാലുകൾ ക്രോസ് ചെയ്ത് ബ്രീതിങ് എക്സസൈസിന് മാർക്ക് ഇരിക്കുന്ന ശൈലിയിലിരുന്നു. മാർക്ക് കണ്ണുകൾ അടച്ച് പതുക്കെ ആ പ്രതിമയിൽ നിന്ന് ബ്ലാക്ക് എനർജി പതുക്കെ വലിച്ചു തുടങ്ങി. മാർക്കിന്റെ ശരീരത്തിൽ ആ ഡിവൈൻ സെൻസിനൊപ്പം ആ ബ്ലാക്ക് എനർജിയുടെ ഉടമ ഒരു സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നതുകൊണ്ട് മാർക്കിന് അയാളുടെ ശക്തി ആ നിമിഷം മുതൽ വലിച്ചെടുക്കാൻ പറ്റുകയാണ്. മാർക്ക് ശക്തമായിട്ട് ബ്രീത്ത് ചെയ്തതും മാർക്കിന്റെ ശരീരത്തിലേക്ക് ബ്ലാക്ക് എനർജി ആ പ്രതിമയിൽ നിന്ന് ഒഴുകി തുടങ്ങിയാണ്.
ശരിക്കും ഒരു വലിയ വെള്ളച്ചാട്ടം ഒഴുകി വരും പോലെ കറുത്ത നിറത്തുള്ള ഒരു പുക മാർക്കിന്റെ ബോഡി മുഴുവൻ വ്യാപിച്ചു. ആ കറുത്ത പ്രതിമയിൽ നിന്നുണ്ടായ ആ പുക മാർക്കിനെ അങ്ങ് മൂടുകയാണ്. മാർക്കിന്റെ ദേഹം മുഴുവൻ ആ പുക അങ്ങ് മൂടുമ്പോൾ ആ പുക സാവധാനം മാർക്കിന്റെ പുറത്തേക്ക് അങ്ങ് ലയിച്ചു തരികയാണ്. മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് ആ പുക ലയിക്കുന്ന അനുസരിച്ച് ആ പ്രതിമയിൽ നിന്ന് പിന്നെയും പുക മാർക്കിന്റെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ പ്രതിമയിൽ നിന്ന് പുക മാർക്കിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നവർക്ക് പുകയാണെന്ന് തോന്നുമെങ്കിലും ഒരു ഡാർക്ക് എനർജി മാർക്കിന്റെ ശരീരത്തിനകത്തേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. മാർക്കിന്റെ ശരീരത്തിനകത്ത് ഡാർക്ക് എനർജിക്ക് വേണ്ടി മാത്രമായി ഒരു കമ്പാർട്ട്മെന്റ് തിരിച്ചിരിക്കുകയാണ്. ആ കമ്പാർട്ട്മെന്റിലേക്ക് മാർക്ക് ആ എനർജിയെ ചാനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റുകളും മണിക്കൂറുകളും അതിവേഗം കടന്നുപോയി തുടങ്ങി. പെട്ടെന്നാണ് 3 ദിവസം അങ്ങ് കടന്നുപോയത്. മാർക്ക് ഒരേ ഇരിപ്പിൽ ഇരുന്നിട്ട് 3 ദിവസമായി. ഇതിനിടയിൽ മാർക്കിന്റെ ബോഡിയിൽ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വൽ എനർജി ഫൗണ്ടേഷൻ സ്റ്റേജ് ഓരോന്ന് കഴിയുമ്പോഴും മാർക്കിന്റെ ശരീരത്തിന് പുറത്തും ഒരു ഗോൾഡൻ വലയം ഉണ്ടാകുന്നുണ്ട്. ആദ്യമായി സ്പിരിച്വൽ എനർജി ഫൗണ്ടേഷൻ സ്റ്റേജിൽ എത്തിയപ്പോൾ മാർക്കിന്റെ ദേഹത്തിന് ചുറ്റും ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശ വലയം ഉണ്ടായി. മാർക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടന്നപ്പോൾ ഒരു പ്രകാശ വലയം കൂടി കൂടുകയായിരുന്നു. മാർക്ക് മൂന്നാമത്തെ സ്റ്റേജിലെത്തിയപ്പോൾ പ്രകാശ വലയത്തിന്റെ എണ്ണം 3 ആയി. മാർക്ക് ഈ 3 ദിവസം കൊണ്ട് എത്തിച്ചേർന്നത് 5ാമത്തെ ലെവലിലേക്കാണ്. എന്ന് പറഞ്ഞാൽ മാർക്കിന്റെ പുറത്ത് 2 വലയം കൂടി രൂപപ്പെട്ടു എന്നാണ്. മാർക്കിന്റെ ശരീരത്തിനുള്ളിലേക്ക് കിടക്കുന്ന ഡാർക്ക് എനർജിയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങൾ അതിവേഗം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബയോ സിറ്റിക്ക് സമീപത്തുള്ള സൗത്ത് സിറ്റിയിൽ ഒരു സ്ഥലത്ത് ഒരാൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലിയോ കുടുംബത്തിന്റെ ബോഡി ഗാർഡ് സാക്ഷാൽ ഗോൾഡിയാണ്. മാർക്കുമായി ലിയോ കുടുംബത്തിനകത്ത് വെച്ച് ഏറ്റുമുട്ടിയ അതേ ഗോൾഡി ഇപ്പോ പാസ്റ്റ് മാസ്റ്ററിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. ഗോൾഡി ഇപ്പോ ഒരു വല്ലാത്ത സംഭവമാണ്. ചിൽഷെയറിലെ ഏറ്റവും നല്ല ബോഡിയുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വാക്കിൽ ഉത്തരം പറയുക ഗോൾഡി എന്നാണ്. ആ ഗോൾഡി 6 അടിയിലേറെ പൊക്കമുള്ള വ്യക്തിയാണ്. ഉറച്ച ശരീരമാണ്. അയാളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ആ ഗോൾഡിയാണ് പാസ്റ്റ് മാസ്റ്ററിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് കവർ ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്ററായി മാറിയ ഗോൾഡി ശക്തമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇരുട്ടത്ത് നിൽക്കുകയാണ്. ആ മനുഷ്യന് ഗോൾഡിയുടെ ബോഡി കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം. ഇത് കൊള്ളാം, ഈ ബോഡി മതി. ആ ബോഡി കണ്ട് കൊതിച്ച മനുഷ്യന്റെ പ്രത്യേകത അയാൾക്ക് ബോഡി ഇല്ല എന്നുള്ളതാണ്. നേരത്തെ മാർക്കുമായി ഏറ്റുമുട്ടുമ്പോൾ ഡാനി ഫെങ്ങിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ മന്ത്രവാദി അടുത്ത നിമിഷത്തിൽ ഗോൾഡിയുടെ ബോഡിയിലേക്ക് കയറി. ഗോൾഡിയുടെ ബോഡി പെട്ടെന്നൊന്ന് വിറച്ചു. ആ വിറയലോടുകൂടി ഗോൾഡി താഴേക്ക് വീണു. അയാൾ ഒറ്റയ്ക്ക് പരിശീലിക്കുന്നതുകൊണ്ട് വേറെ ആരും ആ കാഴ്ച കണ്ടില്ല. തറയിൽ വീണ ഗോൾഡി അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് എണീറ്റു. എണീക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഗോൾഡിയുടെ ഒരു ഭാവവും അയാൾക്കില്ല. അയാളുടെ ഓറ പോലും ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു വേറൊരു മനുഷ്യനായി ഗോൾഡി മാറിയ ഒരു ഫീലാണ്. ആ ബോഡിക്കുള്ളിലേക്ക് കടന്ന ആ രൂപം ഒന്ന് ചിരിച്ചു. ശോ, എന്നതല്ല ബോഡിയായിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബോഡി ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ മാർക്ക് ഫെല്ലറെ തീർക്കാൻ ഈ ബോഡി മതി.